ഈ സെക്ഷനിൽ ഫിൽറ്റർ അപ്രോക്സിമേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ പലതരത്തിലുള്ള ഫിൽറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഹൈ പാസ് ഫിൽറ്റർ, ലോ പാസ് ഫിൽറ്റർ, പാസ് ബാൻഡ് ഫിൽറ്റർ, അതുപോലെ തന്നെ ബാൻഡ് റിജക്റ്റ് ഫിൽറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ഫിൽറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഈ ഫിൽറ്റേഴ്സ് എല്ലാം പ്രാക്ടിക്കൽ ആയിട്ട് റിയലൈസ് ചെയ്യുന്നത് എങ്ങനെ, ഡിജിറ്റൽ ഫോമിലേക്ക് റിയലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തത് എങ്ങനെയാണ് ഫിൽറ്ററിനെ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ വിധത്തിലാണ് എന്നതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. In digital filter design, the design problem consists of two parts. First one is approximation and second one is realization. The cutoff frequencies are the only specifications we need to define an ideal filter. Whereas in practical realization, we require a couple or more specifications like cutoff frequency, stop band frequency, pass band ripples, and stop band attenuations. For practical realization, we need to identify these four specifications. This is the graphical representation of pass band, stop band, pass band ripple, and stop band attenuation. There are 5 types of filter approximation: Butterworth filter approximation, Chebyshev filter approximation, inverse Chebyshev filter approximation, elliptic filter approximation, Bessel filter approximation. This picture will explain the frequency response of ideal low pass filter. ഫിൽറ്റർ അലോ ചെയ്യുന്ന ഫ്രീക്വൻസി റെസ്പോൺസസിനെ പാസ് ബാൻഡ് എന്നും ഫിൽറ്റർ ബ്ലോക്ക് ചെയ്യുന്ന ഫ്രീക്വൻസി റെസ്പോൺസ് ഏരിയ സ്റ്റോപ്പ് ബാൻഡ് എന്നുമാണ് വിളിക്കുന്നത്. സാധാരണ ഐഡിയൽ ഫിൽറ്ററിൽ പാസ് ബാൻഡിൽ നിന്നും സ്റ്റോപ്പ് ബാൻഡിലേക്കുള്ള ട്രാൻസിഷൻ ഒരു വെർട്ടിക്കൽ ട്രാൻസിഷൻ ആയിരിക്കും. പക്ഷേ പ്രാക്ടിക്കൽ ലോ പാസ് ഫിൽറ്ററിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഫിൽറ്ററിൽ ഈ ഐഡിയൽ റെസ്പോൺസ് ഒരിക്കലും അതേപടി ലഭിക്കത്തില്ല. ഇവിടെ ഗ്രാജ്വൽ പാസ് ബാൻഡിൽ നിന്ന് സ്റ്റോപ്പ് ബാൻഡിലേക്കുള്ള ട്രാൻസിഷൻ ഒരു ഗ്രാജ്വൽ ട്രാൻസിഷൻ ആയിരിക്കും. ഇത് ഒരു ഫസ്റ്റ് ഓർഡർ RC ലോ പാസ് ഫിൽറ്ററിൻ്റെ ഫിഗറാണ്. ഇവിടെ പാസ് ബാൻഡും സ്റ്റോപ്പ് ബാൻഡും കാണിച്ചിട്ടുണ്ട്. പാസ് ബാൻഡിൽ നിന്ന് സ്റ്റോപ്പ് ബാൻഡിലേക്കുള്ള ട്രാൻസിഷൻ അല്ലെങ്കിൽ ആ ട്രാൻസിഷൻ പറയുന്ന പേര് റോൾ ഓഫ് എന്നാണ്. റോൾ ഓഫ് ട്രാൻസിഷൻ 20 dB പെർ ഡെക്കേഡാണ്. ഒരു പ്രാക്ടിക്കൽ ലോ പാസ് ഫിൽറ്ററിൽ പാസ് ബാൻഡും സ്റ്റോപ്പ് ബാൻഡും ഒരിക്കലും ഫ്ലാറ്റ് ടോപ്പ് ആയിരിക്കില്ല. കാരണം കപ്പാസിറ്ററും അതുപോലെ തന്നെ മറ്റ് പല കമ്പോണൻസുകളുടെയും ലോഡിൻ്റെയും എല്ലാം എഫക്റ്റ് മൂലവും പ്രത്യേകിച്ച് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ അങ്ങനെ ഓർഡർ കൂടുന്നതനുസരിച്ചിട്ട് പാസ് ബാൻഡിലും സ്റ്റോപ്പ് ബാൻഡിലുമുള്ള റിപ്പിൾസ് കൂടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇത് പാസ് ബാൻഡിൽ റിപ്പിൾസ് ഉള്ള ഒരു സെക്കൻഡ് ഓർഡർ ലോ പാസ് ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവാണ്. ഇത് സ്റ്റോപ്പ് ബാൻഡിൽ റിപ്പിൾസ് ഉള്ള ഒരു ലോ പാസ് ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവാണ്. ഇത് പാസ് ബാൻഡിലും സ്റ്റോപ്പ് ബാൻഡിലും റിപ്പിൾസ് ഉള്ള ഒരു ലോ പാസ് ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവാണ്. നമ്മുടെ ആവശ്യമനുസരിച്ച് പാസ് ബാൻഡിലെയും സ്റ്റോപ്പ് ബാൻഡിലെയും റിപ്പിൾസിനെ അവോയ്ഡ് ചെയ്ത് ഡിസൈൻ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫിൽറ്റർ അപ്രോക്സിമേഷൻ. നേരത്തെ നമ്മൾ 5 തരത്തിലുള്ള ഫിൽറ്റർ അപ്രോക്സിമേഷൻ കണ്ടു. അതിൽ ബട്ടർവർത്ത് ഫിൽറ്റർ അപ്രോക്സിമേഷനും ചെബിഷേവ് ഫിൽറ്റർ അപ്രോക്സിമേഷനും ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു ബട്ടർവർത്ത് ലോ പാസ് ഫിൽറ്റർ അപ്രോക്സിമേഷൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവാണ്. ഇവിടെ പാസ് ബാൻഡിൽ ഫ്രീക്വൻസി റെസ്പോൺസിലെ പാസ് ബാൻഡിൽ റിപ്പിൾസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ പാസ് ബാൻഡിൽ നിന്നും സ്റ്റോപ്പ് ബാൻഡിലേക്കുള്ള ട്രാൻസിഷൻ ഗ്രാജ്വൽ ആയിരിക്കും. ഇവിടെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവിൽ പാസ് ബാൻഡ് ഫ്ലാറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബട്ടർവർത്ത് ഫിൽറ്റർ അപ്രോക്സിമേഷനെ മാക്സിമലി ഫ്ലാറ്റ് അപ്രോക്സിമേഷനും എന്നും വിളിക്കും. ഹിയർ ദ റോൾ ഓഫ് ഫ്രം പാസ് ബാൻഡ് ടു സ്റ്റോപ്പ് ബാൻഡ് ഈസ് 20 dB പെർ ഡെക്കേഡ്. അതുപോലെ തന്നെ ഇതൊരു ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽറ്ററിൻ്റെയാണ് റോൾ ഓഫ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇത് ഒരു ഫോർത്ത് ഓർഡർ ആകുകയാണെങ്കിൽ ഈ റോൾ ഓഫ് എന്ന് പറയുന്നത് 80 dB പെർ ഡെക്കേഡ് ആകും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 8th ഓർഡർ ആണ് എങ്കിൽ റോൾ ഓഫ് എന്ന് പറയുന്നത് 160 dB പെർ ഡെക്കേഡ് ആവും. അങ്ങനെ
ഓർഡർ ഓഫ് ദ ഫിൽറ്ററിൻ്റെ ഓർഡർ കൂടുന്നതനുസരിച്ചിട്ട് ഈ സ്റ്റീപ്നെസ് ചെറുതായിക്കൊണ്ടിരിക്കും. അതാണ് ബട്ടർവർത്ത് ഫിൽറ്ററിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. ഒരു ഫിൽറ്ററിനെ അപ്രോക്സിമേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫിൽറ്ററിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോക്സിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ബട്ടർവർത്ത് ഫിൽറ്റർ, ഒരു nth ഓർഡർ ലോ പാസ് ബട്ടർവർത്ത് ഫിൽറ്റർ, അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അഥവാ ഗെയിൻ എങ്ങനെയാണ് അപ്രോക്സിമേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്രോക്സിമേഷൻ ഫംഗ്ഷന് പറയുന്ന പേര് GN ഒമേഗ സ്ക്വയർ എന്നാണ്. മോഡുലസ് GM ഒമേഗ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് J ഒമേഗ ഡിവൈഡ് ബൈ J ഒമേഗ C into raised to 2n, where n is the order of the filter. Or it can be expressed as 1 divided by 1 plus omega by omega C raised to 2 of n, where n is the order of the filter. If omega is equal to omega C, the equation become 1 divided by 1 plus 1, that is 1 by 2, that is equal to 0.5. That is, the transfer function is approximated to half of the original one. അടുത്തതായി ചെബിസേവ് ഫിൽറ്റർ അപ്രോക്സിമേഷൻ എന്താണെന്ന് നോക്കാം. ചെബിസേവ് ഫിൽറ്റർ അപ്രോക്സിമേഷനിൽ പാസ് ബാൻഡിൽ റിപ്പിൾസ് ഉണ്ടായിരിക്കും, സ്റ്റോപ്പ് ബാൻഡിൽ റിപ്പിൾസ് ഉണ്ടായിരിക്കത്തില്ല. അതുപോലെ തന്നെ പാസ് ബാൻഡ് ടു സ്റ്റോപ്പ് ബാൻഡ് ട്രാൻസിഷൻ ബട്ടർവർത്ത് ഫിൽറ്റർ അപ്രോക്സിമേഷനേക്കാളും സ്പീഡുള്ളതായിരിക്കും. ചെബിസേവ് ഫിൽറ്റർ അപ്രോക്സിമേഷനിൽ നമ്പർ ഓഫ് റിപ്പിൾസ് ഇൻ പാസ് ബാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് n/2 എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ്, വേർ n ഇസ് ദ ഓർഡർ ഓഫ് ദി ഇക്വേഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു 4th ഓർഡർ ചെബിസേവ് ഫിൽറ്റർ ആണ് എങ്കിൽ നമ്പർ ഓഫ് റിപ്പിൾസ് ഇൻ പാസ് ബാൻഡ് 4/2 ആയിരിക്കും. അതായത് 2 എണ്ണമായിരിക്കും, 2 റിപ്പിൾസ് ആയിരിക്കും പാസ് ബാൻഡിൽ ഉണ്ടാവുക. പാസ് ബാൻഡ് റിപ്പിൾസ് ഇമ്പോർട്ടൻസ് അല്ലാത്തതും ഫാസ്റ്റർ റെസ്പോൺസ് ആവശ്യവുമായിട്ട് വരുന്ന ആപ്ലിക്കേഷൻസിൽ ചെബിസേവ് ഫിൽറ്റർ അപ്രോക്സിമേഷനാണ് സാധാരണയായി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ട്രാൻസിഷൻ ഫ്രം പാസ് ബാൻഡ് ടു സ്റ്റോപ്പ് ബാൻഡ് ഈസ് വേരീസ് ഫ്രം 0.1 to 3 dB. ചെബിസേവ് ഫിൽറ്ററിൻ്റെ പാസ് ബാൻഡിലെ റിപ്പിളിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എല്ലാം സെയിം ആയിരിക്കും. അതുകൊണ്ട് ഇതിനെ ഈക്വൽ റിപ്പിൾഡ് ഫിൽറ്റർ എന്നും വിളിക്കുന്നു. ചെബിസേവ് ഫിൽറ്റർ അപ്രോക്സിമേഷൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇക്വേഷൻ അല്ലെങ്കിൽ ഗെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് G ഓഫ് ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1 പ്ലസ് എപ്സിലോൺ സ്ക്വയർ TN സ്ക്വയർ ഇൻറ്റു J ഒമേഗ ഡിവൈഡ് ബൈ J ഒമേഗ C എന്നുള്ളതാണ്. where Tn is known as the nth order filter. Advantages of Butterworth filter applications ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്, there is no passband ripple. That means all passband frequencies have identical magnitude response. Second one is low complexity in design. Butterworth filter approximationൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. First one is bad selectivity, not really applicable for design that require a small gap between passband and stop band frequencies. Decent selectivity and moderate complexity are the advantages of Chebyshev filter approximation. Disadvantages of Chebyshev filter approximations are ripples in one of the bands, non-linear phase that leads to phase distortion. Thank you for listening this class.